വെൽക്കം ടു വേൾഡ് മാലോ. ഇനി വരുന്ന PSC എക്സാമുകളായിട്ടുള്ള LDC, LGS, 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ടോപ്പിക്കിൽ നിന്ന് PSC ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. മംഗളവനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് തന്നെയാണ്. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. ചൂളന്നൂർ പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ട പോയിന്റ്സ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും തട്ടേക്കാടാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 1983. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 1983. പ്രശസ്ത പക്ഷി നിരീക്ഷകനായിട്ടുള്ള സാലിം അലിയുടെ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് ആദ്യം നൽകിയിരുന്നത്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായിട്ടുള്ള സാലിം അലിയുടെ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് ആദ്യം നൽകിയിരുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്. വിവിധ തരം കുയിലുകളുടെ ആവാസ കേന്ദ്രമായ തട്ടേക്കാട് പക്ഷി സങ്കേതം കുയിലുകളുടെ സ്വർഗം എന്ന് അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാടാണ്. പർവ്വതപ്പരുന്ത് തട്ടേക്കാട് വനത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു പക്ഷി വിഭാഗമാണ് പർവ്വതപ്പരുന്ത്. പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്നറിയപ്പെടുന്നതും തട്ടേക്കാടാണ്. പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാടാണ് പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ. ചിത്രകൂടൻ പക്ഷികളെ കാണപ്പെടുന്ന പക്ഷി സങ്കേതമാണ് പക്ഷിപാതാളം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം അത് മംഗളവനമാണ്. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകളെ കണ്ടുവരുന്ന പക്ഷി സങ്കേതം മംഗളവനം. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം അത് മംഗളവനമാണ്. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനമാണ്. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം അത് മംഗളവനമാണ്. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം അതുപോലെ കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനമാണ്. മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 2004. 2004 മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വരുന്നത്. കേരളത്തിൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. ചൂളന്നൂർ പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് KK നീലകണ്ഠൻ പക്ഷി സങ്കേതം. മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂളന്നൂർ. ചൂളന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂളന്നൂർ. ഭാരതപ്പുഴയുടെ കൈവഴിയായിട്ടുള്ള ഗായത്രിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ചൂളന്നൂരാണ്. പക്ഷി സങ്കേതം ഏതാണ്? ചൂളന്നൂർ. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കുമരകം. വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നതും എന്തുതന്നെയാണ്? കുമരകം പക്ഷി സങ്കേതമാണ് വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നത്. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയത്താണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്.
വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് കുമരകം. വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് കുമരകം. കുമരകം പക്ഷി സങ്കേതം സ്ഥാപിച്ചതാരാണ്? ആൽഫ്രഡ് ജോർജ് ബേക്കറാണ്. ആൽഫ്രഡ് ജോർജ് ബേക്കറാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥാപിച്ചത്. ദേശാടന പക്ഷികളുടെ പറുദീസ. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതമാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന്. 2007 സ്ഥാപിതമായത്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ 4ാമതായിട്ട് സ്ഥാപിക്കപ്പെട്ട പക്ഷി സങ്കേതമാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം. കേരളത്തിൽ 4ാമതായി സ്ഥാപിക്കപ്പെട്ട പക്ഷി സങ്കേതമാണ് മുണ്ടേരിക്കടവ്. 2012 മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. 2012 മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. പാതിരാമണൽ പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിലാണ് പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.